ഹലോ, അപ്പോൾ ഇന്ന് വീണ്ടും ഒരു ബർത്ത്ഡേ സർപ്രൈസ് വീഡിയോ ആണ്. ഇന്നലെ എൻ്റെ 2 ട്വിൻസ് ബ്രദേഴ്സിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അതിലൊരാളുടെ മാരേജ് ആണ്. ജസ്റ്റ് 3 days ഉള്ളൂ മാരേജിന്. പക്ഷെ അവൻ്റെ വൈഫ് സർപ്രൈസ് കൊടുക്കണം എന്ന് പറഞ്ഞ് വന്നതാണ് കേട്ടോ. മാരേജിന് ആകെ 3 ദിവസം ഉള്ളത് കൊണ്ട് തന്നെ അവൾ വരുമെന്ന് അവൻ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ സർപ്രൈസ് ആക്കാന്ന് വിചാരിച്ചത്. പിന്നെ ഞാനറിയാതെ വീട്ടിൽ സർപ്രൈസുകളൊന്നും നടക്കൂല. അതുകൊണ്ട് ഞാനാണ് കേട്ടോ ഇതെല്ലാം പ്ലാൻ ചെയ്തത്. രാവിലെ വർക്ക് കഴിഞ്ഞ് വന്ന ബ്രദറിന്റെ മുകളിലെത്തിക്കാൻ കുറച്ച് പാടുപെട്ടു കേട്ടോ ഞാന്. അവൻ ലോക്ക് ചെയ്ത് പോയ റൂമാണ്. അതിൻ്റെ അകത്ത് ലൈറ്റ് കണ്ടിട്ടാട്ടോ അവൻ കയറി വന്നത്. എന്തായാലും ആള് സർപ്രൈസ് ആകുന്നതിന് മുമ്പ് ഒന്ന് പേടിച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ ഇവനക്ക് സർപ്രൈസ് കൊടുക്കുമ്പോൾ ഒരു എക്സ്പ്രഷനും ഇല്ലാത്തതാണ്. ഇതിപ്പോ കല്യാണത്തിന് ജസ്റ്റ് 3 days ആയതുകൊണ്ട് അവൾ വരുന്നു അവൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ സർപ്രൈസ് അടിപൊളിയായിട്ടോ. അപ്പൊ കേക്കും ഗിഫ്റ്റ്സും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് ടേബിൾ വെച്ചെങ്ങാണ്ട് അതിൽ കേക്ക് സെറ്റ് ചെയ്തു കേട്ടോ, കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരെ റൂമിന്റെ വർക്ക് നടക്കുന്നുള്ളൂ കേട്ടോ. കട്ടില് ബെറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൊണ്ടുവരാനുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കേക്ക് കട്ട് ചെയ്ത് കഴിച്ചു കേട്ടോ. ഷുഗർ കട്ടാണെങ്കിൽ അവൻ നിർബന്ധിച്ചപ്പോൾ ഞാനും കുറച്ച് കഴിച്ചു കേട്ടോ. പിന്നെ അവര് ട്വിൻസ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഒരുമിച്ചാണ് കേക്ക് കട്ട് ചെയ്യാറുള്ളത്. ഇത് ആദ്യമായിട്ടാണ് കേട്ടോ സെപ്പറേറ്റ് ആയിട്ട് കേക്ക് കട്ട് ചെയ്യുന്നത്. എന്തായാലും കേക്ക് കട്ടിങ് കഴിഞ്ഞാണ്ട് അവനക്കുള്ള ഗിഫ്റ്റ്സ് ഓപ്പൺ ചെയ്യുന്ന ടൈമായി. ഫസ്റ്റ് തന്നെ ഒരു ഗിഫ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ അവനക്ക് റിസപ്ഷൻ ഇടാൻ പറ്റുന്ന ടൈപ്പ് ഒരു ഷൂ ആയിരുന്നു. സെക്കൻഡത്തെ ഗിഫ്റ്റിൽ ഒരു ടീഷർട്ട് ആയിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു കളറായിരുന്നു. മൂന്നാമത്തെ ഗിഫ്റ്റിന്റെ ബോക്സ് കണ്ടപ്പോൾ തന്നെ അവൻ ഊഹിച്ചു കേട്ടോ ഇത് പെർഫ്യൂം ആണെന്നുള്ളത്. അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബെല്ല വിറ്റൻ്റെ പെർഫ്യൂം ആയിരുന്നു. പക്ഷെ 4ാമത്തെ ഗിഫ്റ്റിലുള്ള പെർഫ്യൂമിൻ്റെ ഫ്രാഗ്രൻസ് ആണ് കേട്ടോ എനിക്കിഷ്ടമായത്. നല്ലൊരു സ്മെല്ലായിരുന്നു കേട്ടോ അത്. അടുത്തത് നല്ലൊരു അടിപൊളി വാച്ച് ആയിരുന്നു കേട്ടോ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഗിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സെറ്റാക്കി ഒരു വീഡിയോയും കൂടി എടുത്തു. പിന്നെ കല്യാണ ദിവസം അടുത്തായതുകൊണ്ട് തന്നെ അനുമേമ വേഗം തന്നെ പോയിട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് മറക്കല്ല. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.